നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഡൈജഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിന്റെ ഈ കുറച്ച് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അതായത് ഇപ്പം നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക, ഒരു 4-5 മണിക്കൂറെങ്കിലും ദഹിക്കാനായിട്ട്, നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാനായിട്ടുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ഭക്ഷണം കഴിക്കുക. അല്ലാണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഒഴിവാക്കാനായിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, വിശക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ നന്നായിട്ട് വിശക്കുന്ന സമയത്ത് നിങ്ങൾ അത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ പിത്തം നന്നായിട്ട് കൂടിയിട്ട് അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ, ബ്ലോട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ, പതുക്കെ പതുക്കെ തലവേദന, ഗ്യാസ് നന്നായിട്ട് കൂടിയിട്ട് തലവേദന എടുക്കാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ്, പെർഫെക്റ്റ് സമയത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. അതായത് ഇപ്പം നിങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഏകദേശം ഒരു പിത്തകാല സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. പിത്തകാല സമയം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മളൊരു 10 മണി മുതൽ 2 മണി വരെയുള്ള ഒരു സമയമാണ് പിത്തകാലമായിട്ട് കണക്കാക്കുക. അപ്പം 2 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങളുടെ ലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. അതിന് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ശരീരത്തിൽ പിത്തം കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഡൈജഷന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അതുപോലെ രാത്രിയിലത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഒരു 7 മണി മുതൽ 7:30 ആ ഒരു സമയത്തിനുള്ളിലും നിങ്ങളുടെ ഡിന്നർ ഫിനിഷ് ചെയ്യാനും കൂടി നോക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൂടുതലായിട്ട് ദാഹത്തിന് കൂടുതലായിട്ട് വെള്ളം നിങ്ങൾ കുടിക്കരുത്. ഇപ്പോൾ ചിലരൊക്കെ കാണാം, ഒറ്റ ട്രിപ്പിൽ തന്നെ 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ ഒരുമിച്ച് വെള്ളം കുടിക്കുന്നവർ. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. കൂടുതലായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ അഗ്നി കുറച്ചൊന്ന് കുറയാനും ഡൈജഷനെ അത് ബാധിക്കാനും വളരെയധികം സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, നിങ്ങൾക്ക് യൂറിന് സെൻസേഷൻ വന്നു കഴിഞ്ഞ് നിങ്ങൾ ബാത്റൂമിലേക്ക് പോയി വന്നിട്ട് അടുത്തൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടും, ഒരുമിച്ച് അധികം വെള്ളം പോവുകയും ചെയ്യില്ല. ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. അവസാനമായിട്ട്, ശരീരത്തിൽ വാതത്തിന് കൂട്ടുന്ന ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക. വാതത്തിന് കോപിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഈ മുളപ്പിച്ച ഭക്ഷണങ്ങൾ ഉണ്ടാകുമല്ലോ, ചെറുപയറാണെങ്കിലും കടലയാണെങ്കിലും അത് കൂടുതലായിട്ട് കഴിക്കുന്നൊരു പ്രവണത, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക.